ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നപ്പോൾ വെളിയിലാണ്. കാരണം വെച്ചാൽ അകത്ത് ഭയങ്കര ചൂടാണ്. ചൂട് കൂടി അവസാനം ഒന്നും ഇല്ലാത്തൊരവസരമായിട്ട് പോകും. അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ ഇതുണ്ട് ഇങ്ങനെ ഞാനിവിടെ വെളിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ആകുമ്പം ചെറിയൊരു കാറ്റുണ്ട്, ചെറിയ തണുപ്പുണ്ട്. ഇന്ന് വർത്താനം പറയാനും വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇനി ചൂട് കുറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ അകത്ത് ഷൂട്ട് ചെയ്യാൻ ചാൻസസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയ അപ്ഡേഷൻ, ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുന്നത് ഗ്ലോബൽ ടാലൻറ്റ് വിസ. യെസ്, അതായത് ഗ്ലോബലിൽ നിന്ന് നിങ്ങൾ പിന്നെ എത്രത്തോളം നിങ്ങൾ സ്കില്ലായിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം തന്നെ ബ്രിട്ടൻ കൈ കൊടുത്ത് പിന്നെ ബ്രിട്ടനിലേക്ക് കയറ്റുന്നു എന്നുള്ളതാണ് ഗ്ലോബൽ ടാലൻറ്റ് വിസ എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. യെസ്, ആ ഒരു സംഭവമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ പറയുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ സമയത്ത് ഈ പറയുന്നിരിക്കുന്ന നമ്മുടെ നേഴ്സസിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ കെയർ വിസ ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഏറെക്കുറെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കെയർമാർ വിസ ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം ഈ പറയുന്ന 3 വർഷത്തേക്ക്, അതായത് 2028 വരെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം ഏറെക്കുറെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കാനായിട്ട്. പക്ഷേ അന്നും അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഹൈലി സ്കില്ലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാം, നിങ്ങളുടെ PR പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് താമസിക്കാമെന്നുള്ള കാര്യം അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ജൂൺ 22-ാം തീയതി അവരൊരു പത്രിക പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഈ ഗ്ലോബൽ ടാലൻറ്റ് വിസ എന്നുള്ളത്. അതായത് ഗ്ലോബലിൽ നിന്ന് നിങ്ങൾ ആരൊക്കെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ടാലൻറ്റുള്ള ആൾക്കാരെ എല്ലാം തന്നെ ബ്രിട്ടൻ കൈപിടിച്ച് കയറ്റുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം ഗ്ലോബലിൽ നിന്ന്, അതായത് വേൾഡിൽ നിന്ന് തന്നെ ബ്രിട്ടനിലോട്ട് കൊണ്ടുവരും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിസർച്ചേഴ്സ്, അതുപോലെ തന്നെ എൻ്റർപ്രനേഴ്സേഴ്സ്, അതുപോലെ AI ബേസ്ഡ് ആയിട്ടുള്ള സ്കില്ലായിട്ടുള്ള ആൾക്കാർ, അതുപോലെ IT പ്രൊഫഷണൽസ്, ഇങ്ങനെ ഈ പറയുന്ന മേഖല എല്ലാം തന്നെ നിങ്ങൾ സ്കില്ലായിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ളൊരു സൗകര്യം, അവിടെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള സൗകര്യമാണ് ഗവൺമെൻറ് ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി തന്നെ ഏകദേശം 54 മില്യൺ പൗണ്ട് ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ AI ബേസ്ഡ് സ്കില്ലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഏകദേശം 25 മില്യൺ പൗണ്ട് അധികമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെപ്പോൾ ഇതിൻ്റെ ഈ പറയുന്നിരിക്കുന്ന വിസകൾ എന്തൊക്കെയാണെന്നുള്ളതോ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പുറമേ വരുന്നുള്ളൂ. ഇതിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുള്ളൂ. അതിന് പറഞ്ഞിരിക്കുന്ന പേര് ഓട്ടം 2025 എന്നുള്ളതാണ്. അതായത് ഈ വർഷം തന്നെ 2025 തീരുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന ഇതിൽ അപ്ഡേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏതൊക്കെ വിസകളാണ്, ഏതൊക്കെ കാറ്റഗറി എന്നുള്ളത് പ്രത്യേകമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾ ഇത്രയും എക്സ്പേർട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ IT പ്രൊഫഷണൽസും അതുപോലെ തന്നെ ബിസിനസ്സിലായിട്ടുള്ള എക്സ്പേർട്സുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ പിന്നെ ബ്രിട്ടൻ കൈകൊടുത്ത് അവരെ ഇങ്ങോട്ട് കയറ്റുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന വേൾഡ് ടാലൻറ്റ് വിസ അല്ലെങ്കിൽ ഗ്ലോബൽ ടാലൻറ്റ് വിസ എന്നുള്ള പേരിൽ ഇറങ്ങിയിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പം നല്ല രീതിയിൽ സ്കില്ലായിട്ടുള്ള ആൾക്കാർ, അതായത് ബിസിനസ്സിന് നല്ല സ്കില്ലായിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ, അതായത് പിന്നെ റിസർച്ചിൽ നല്ല സ്കില്ലായിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ, അതായത് പിന്നെ ഈ ഇൻവെസ്റ്റേഴ്സ് നല്ല സ്കില്ലായിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന IT പ്രൊഫഷണൽസായിട്ട് നിങ്ങൾ സ്കില്ലായിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AI ബേസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല സ്കില്ലായിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന വിഭാഗത്തിലെല്ലാം പെടുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും. അവർക്ക് ഇവിടെ ഒന്ന് PR കൊടുക്കുന്നതിനോ, അല്ലെങ്കിൽ അവർക്ക് 10 വർഷത്തെ PR പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ അവർക്ക് ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരുന്നതിനോ, ഇവിടെ താമസിക്കുന്നതൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ കുറയുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നതാണ്. ഇവിടെ നിന്നുള്ള ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്യുന്ന ചാൻസസ് വളരെ രീതിയിൽ കൂടുന്നു. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇതൊരു ഗ്ലോബൽ ടാലൻറ്റ് വിസയാക്കി ബ്രിട്ടൻ ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഏതൊക്കെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടോ, ഏതൊക്കെ രാജ്യത്ത് നിന്ന് ഇത്രയും തന്നെ സ്കില്ലായിട്ട് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടോ, അവർക്കെല്ലാം തന്നെ ഇവിടെ വന്ന് താമസിക്കാനും അവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ, ഇപ്പോൾ PR-ൻ്റെയോ വിസയുടെയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവർക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അപ്ഡേഷൻ പുതിയ അപ്ഡേഷൻസ് ഈ പറയുന്ന 2025 തന്നെ ഏതൊക്കെ കാറ്റഗറി ആണെന്നുള്ളത് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരും. ഇപ്പോൾ തൽക്കാലം ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ തന്നെ ബിസിനസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് വരാൻ നല്ലൊരു ചാൻസസാണ് ഈ പറയുന്ന IT പ്രൊഫഷണൽസൊക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഉള്ളത്. IT പ്രൊഫഷണൽസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ബിസിനസ്സിൽ എക്സ്പേർട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിലും, അതിന് പുതിയതായിട്ടുള്ളൊരു സ്കീമാണ് ഈ AI എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ 25 മില്യൺ പൗണ്ട് അധികമായിട്ട് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. 54 മില്യൺ പൗണ്ടിന് പുറമെ 25 മില്യൺ പൗണ്ട് ഈ AI തന്നെ എക്സ്പേർട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുന്നുള്ളതാണ്. അപ്പം ആരൊക്കെയുണ്ടോ, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഗ്ലോബലിൽ നിന്ന് ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം തന്നെ ബ്രിട്ടൻ ഇതിനു വേണ്ടി കൈകൊടുത്ത് അവരെ ഇങ്ങോട്ട് കയറ്റുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത്ര തന്നെ ഇവിടെ ഇൻവെസ്റ്റേഴ്സ്, നിങ്ങളുടെ ഈ പറയുന്നിരിക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ ഈ പറയുന്ന ഗവൺമെൻറ്റിന് നല്ല രീതിയിൽ എക്കോണമിക്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് ബ്രിട്ടനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി, അതിൽ എക്കോണമിക്ക് നല്ലൊരു വളർച്ച കൊടുക്കാനായിട്ട് വേണ്ടിയാണ് ഈ പറയുന്ന ഗ്ലോബൽ ടാലൻറ്റ് വിസയായിട്ട് ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ നമ്മൾ വരും വീഡിയോ വഴി അറിയിക്കാം. ഏതൊക്കെ വിസയാണ്, എന്തൊക്കെ കാറ്റഗറി ആണെന്നുള്ളതെല്ലാം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും ഗവൺമെൻറ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ വീഡിയോസ് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം ഇതാണ് വന്നിരിക്കുന്ന ഏറ്റവും വലിയ
ഒരു വാർത്ത. നിങ്ങളിപ്പോൾ ഇതിനകത്ത് പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നാട്ടിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതിനകത്ത് പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതായാലും വളരെ സന്തോഷമായൊരു വാർത്തയാണ്. ഇവിടെ വരാം, നിങ്ങൾക്ക് താമസിക്കാം, ഒരു കുഴപ്പങ്ങളോ PR പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിസയുടെ പ്രശ്നങ്ങളോ ഇതൊന്നും ഉണ്ടാവില്ല. 5 വർഷം കൊണ്ട് PR ഫാമിലിയായിട്ട് ഇവിടെ വന്ന് പിന്നെ താമസിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റിയൊരു നല്ലൊരു ചാൻസസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളെല്ലാം, പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.